ആഘോഷിക്കുന്നത്. 6 മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഈ സമാപനോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കവിത ചൊല്ലാനെത്തുന്നു അമൃതരാജ്. പാർവതി പാർവണേന്ദു പ്രമോദേ പ്രസന്നേ പ്രകാശക്കുതിപ്പിൽ കിതയ്ക്കുന്ന നിന്നെ പ്രകീർത്തിച്ചു പാടാനും ഓരോ വിഭാത കുളിർവാതദാഹാർത്തിയായി നിന്റെ നിശ്വാസവേഗം കുടിക്കാനും തൂമൽ തടിൽ മേനി പുൽകിത്തലോടാനും ആഴത്തിലാഴത്തിലാൾ നേരെ നേരം മുഴുകിത്തികഞ്ഞാടലാറ്റാനും ഈ വിശ്വശക്തി പ്രവാഹ കുതിപ്പിൻ കിതപ്പായി ഭവിപ്പാനും എന്നെ ഭവിപ്പിക്ക നീ ഭാവികേ. ഗർവഹർത്രീ പ്രേമഗാത്രീ പ്രസിദ്ധേ നറുമ്പൂവിതൾ നോറ്റു തോറ്റുന്ന ദിവ്യാനുരാഗത്തുടുപ്പിൻ കരൾ കൂമ്പറുത്തും ഇളം ജില്ലമെല്ലെ കുലുക്കി ചിരിച്ചോടിയെത്തുന്ന നന്മണിക്കാറ്റിന്റെ കണ്ഠം ഞെരിച്ചു വിയർക്കുന്ന പുല്ലിന്റെ ഗദ്ഗതം ചോർത്തി കുടിച്ചും ത്രസിക്കുന്ന ജീവന്റെ പുണ്യം കവർന്നും തിമിർക്കുന്ന രക്കൻ കറും ചോരമോന്തിച്ചിനയ്ക്കുന്ന രക്കൻ ഇരുൾ കോട്ട കെട്ടി അടക്കി കപാലാസ്ഥിമാലാവിധാനം ചമയ്ക്കുന്ന രക്കൻ ധരിത്രീ വിലാപം വിറയ്ക്കുന്നു ദിക്പാലരെല്ലാം ഇടിത്തീയിളിക്കുന്നു ചുറ്റും വിറയ്ക്കുന്നു ദിക്പാലരെല്ലാം ഇടിത്തീയിളിക്കുന്നു ചുറ്റും. ഇതാണെന്റെ ലോകം, ഇതാണെന്റെ യോഗം. രവി ശോകഹർത്രീ യോഗമൂർത്തേ പ്രചണ്ഡേ. വിപ്ലവവും ഭക്തിയും തൻ്റെ ഇരുപക്ഷങ്ങളാണെന്ന് തെളിയിച്ച് കടമ്മനിട്ടയുടെ സ്വന്തം കവിത. ത്രിപുരസുന്ദരിയായ ലോകമാതാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ദേവീസ്തവത്തിന് ശേഷം ഈ വേദിയിൽ കവിതയുമായി എത്തുന്നു രാഗി. കുനിഞ്ഞതില്ലേ പത്തികൾ, കുനിഞ്ഞതില്ലേ പത്തികൾ, കണ്ണാ ഉലുങ്ങിയില്ലേ കരളിന്നും. ഓളമടിച്ചു സമുദ്രം പോലെ കാളിന്തി നദി നൽകുമ്പോൾ, ഓളമടിച്ചു സമുദ്രം പോലെ കാളിന്തി നദി പൊങ്ങുമ്പോൾ, പിടഞ്ഞു തുള്ളും തിരമാലകളൊത്തിടഞ്ഞു പൊട്ടിച്ചിതറുമ്പോൾ, വിരിഞ്ഞ പത്തികളോരോന്നോരോന്നമർന്നു പൊങ്ങിച്ചുഴലുമ്പോൾ, ചണൽ ചണൽ ചണനാദമുതിർക്കും മണിച്ചിലങ്ക മുഴങ്ങുമ്പോൾ, കരത്തിലോമൽ കരിവള ഇളകിച്ചിരിച്ചു മിന്നിച്ചിതറുമ്പോൾ, മുദ്രകൾ കാട്ടി രസിക്കും വിരലുകൾ മുഗ്ധ മനോഹരമിളകുമ്പോൾ,
ഇപ്പോഴുമുയർന്നു നിൽക്കാൻ പണിവു ഞാൻ. നൃത്തവിലോളിതലീലൈതുടനെ നിൽക്കായ്വാൻ കൊതിയേറുകയാ. മർദ്ദനമേറ്റു വലഞ്ഞോരൻ ദൃഢമസ്തകമിപ്പോഴും ഉയരുന്നു. രക്തകണങ്ങൾ തെറിക്കുന്നു, മിഴികത്തുന്നു, കരൾ പൊട്ടുന്നു. നർത്തനവേദികയല്ലേ ഞാൻ, എൻ പത്തികൾ വീണ്ടും പൊങ്ങുന്നു. കനിഞ്ഞു പുഞ്ചിരി ചിന്നിക്കൊണ്ടെൻ കണ്ണാ നർത്തനമാടൂ നീ. കതിരൊളി മിന്നി കളരവമിളിതം ലളിതം നർത്തനമാടൂ നീ. കേളിയിലോളമുയർന്നോട്ടെ ജലപാളികളാക്കു ചുഴന്നോട്ടെ. കേളിയിലോളമുയർന്നോട്ടെ ജലപാളികളാക്കു ചുഴന്നോട്ടെ. തെറിച്ചു ചിന്നിച്ചിതറിക്കരളിൻ കറുത്ത രക്തം വീണോട്ടെ. തെറിച്ചു ചിന്നിച്ചിതറിക്കരളിൻ കറുത്ത രക്തം വീണോട്ടെ. പാടിക്കാൽ കലടിഞ്ഞോരൻ പ്രിയനാഗിനി കേണു തളർന്നോട്ടെ. അഹന്തയുടെ മേൽ ഭഗവാന്റെ പാദങ്ങൾ പതിച്ച് നിർമ്മലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സുഗതകുമാരി കവിതയ്ക്ക് ശേഷം ഈ വേദിയിൽ കാവ്യാലാപനവുമായി എത്തുന്നു ആദർശ. പത്മജാർച്ചിത പാപ വിമോചന പത്മനാഭ മുരഹര മാധവ വൃഷ്ണിവംശജ ഗോവിന്ദ കേശവ കൃഷ്ണ കൃഷ്ണ കരുണാകര ഹരേ ശ്യാമളമണി വർണ്ണ നിന്മംഗള കോമള വേണുനാദം ശ്രവിക്കയാൽ പ്രേമമുഗ്ധരാമായിരമായിരം ഗോപഗോപിമാരുത്തിങ്ങനൂദിനം നാഗവും തൊഴും ശ്രീ ഗുരുവായൂരാം ഗോകുലത്തിൽ കളിക്കും ഭഗവാനെ ഉൾപ്പുളകവും കണ്ണീരുമായി ഞാൻ തൃപ്പടിക്കു ചുവട്ടിൽ വരും നേരം പുഞ്ചിരി ചൊരിഞ്ഞെന്നേർക്കു നീട്ടുമീ കുഞ്ഞിത്തൃക്കൈയിലെന്തു നൽകേണ്ടു ഞാൻ. നാരദ വീണയാടിയോരെന്നയും ശ്രീശുഖഭക്തി ദേപ്പിച്ച വാകയും ഉദ്ധവരുടെ നീ വിളക്കും വന സിദ്ധഗോപികൾ ചാർത്തിച്ച മാലയും പാവനമാം കുചേല പൃഥൂകവും ശ്രീവിദൂരന്റെ ഭക്തി നിവേദ്യവും പ്രേമരൂപനാം ശ്രീവില്വമംഗലം ഓമനിച്ചേകി വന്ന പഴങ്ങളും തുഞ്ചനാം കവി നേദിച്ച വെണ്ണയും നൽകുറൂരമ്മ നൽകിയ പൈപാലും തൃപ്പദത്തിൽ സമസ്തം സമർപ്പിച്ച മേപ്പത്തൂരിൻ്റെ ആയിരമപ്പവും ആനന്ദ കണ്ണുനീരിൽ അരച്ചതാം പൂന്താനത്തിൻ കളഭക്കുറി കൂട്ടും മാധുരി ചോരും ഭഗവൽ കഥാമൃതം മാധുരി ചേർന്ന ദിവ്യ ലഹരിയാൽ ധാടി വിട്ടി മണലിലൂരുണ്ടൊരാ കൂടല്ലൂരിൻ്റെ വെച്ചു നിവേദ്യവും തൃത്തടത്തിരിപ്പാദം പ്രതിഷ്ഠിച്ചു ഏറ്റുകാരൻ്റെ ചെന്തെങ്ങിളന്നീരും മാനിച്ചങ്ങുന്നു പീലി സമ്മാനിച്ച മാനവേദന്റെ താമരമാലയും.
ഈ ഘട്ടത്തിലെ അവരുടെ കാവ്യാലാപനത്തിനെ എങ്ങനെ വിധികർത്താക്കൾ വിലയിരുത്തുന്നു എന്ന് നമുക്ക് അറിയണം. മത്സരാർത്ഥികളെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഭക്തി എന്ന വിഷയത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ കവിതകൾ ഈ റൗണ്ടിൽ കുട്ടികൾ നമ്മളെ കേൾപ്പിച്ചു. അതിൽ തിരഞ്ഞെടുപ്പ് എനിക്ക് അത്ഭുതകരമായി തോന്നി. സുഗതകുമാരി ടീച്ചറുടെ കാളിയമർദ്ദനവും വന്നു, ഗജേന്ദ്ര മോക്ഷവും വന്നു. പി കുഞ്ഞിരാമൻ നായരുടെ വളരെ സമർപ്പിത ഭക്തി ഉള്ള തൃപ്പടിമേൽ സമർപ്പണം എന്ന കവിതയുടെ കൂടെ തന്നെയാണ് സുഗതകുമാരി ടീച്ചറുടെ വിരോധഭക്തി തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ നിഷേധഭക്തി തോന്നിപ്പിക്കുന്ന ഭക്തിയുടെ ഒരു ഭാവവും വരുന്നത്. അപ്പോൾ ഭക്തിക്ക് ഒരു ഭാവം മാത്രമല്ല, ഒരുപക്ഷെ നിഷേധത്തിൻ്റെ, ഒരുപക്ഷെ സമർപ്പണത്തിൻ്റെ ഒക്കെ രൂപത്തിൽ ഭക്തി യുക്തിസഹമായി പ്രവർത്തിക്കാം എന്നീ കവിതകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ സംഗീതത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ആലാപനത്തിൽ വന്നുപോയതായിട്ട് എനിക്ക് തോന്നി. ചില കവിതകൾ സംഗീതത്തെ ശ്രദ്ധിച്ചതുകൊണ്ട് വേണ്ടത്ര ഉച്ചാരണ ശുദ്ധിയിലും വാക്കുകൾ ചേർക്കുന്ന അന്വയങ്ങളുടെ ഭംഗിയിലും ശ്രദ്ധിക്കാതെ ചൊല്ലിയതിൻ്റെ ഒരു ദോഷമുണ്ടായി. കാവ്യാസ്വാദകരെ സംബന്ധിച്ച് ഭക്തി എന്ന വിഷയത്തിൽ കിട്ടാവുന്ന വ്യത്യസ്തമായ എല്ലാ ഭാവങ്ങളും കൊണ്ടുവന്നു. ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ, നിങ്ങൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഭക്തി ഇവിടെ പ്രകടിപ്പിക്കുവാനുള്ള ശ്രമം നടന്നു. പൂന്താനം എന്ന് പറയുന്ന കവി ഭക്തി പറയുമ്പോൾ ഈ വെറും ഈ ഈശ്വരൻ്റെ പല പേരുകൾ പറഞ്ഞ് ഈശ്വരനെ ഇങ്ങനെ കുറേ വാക്കുകൾ കൊണ്ട് പൊക്കി പറഞ്ഞാൽ എന്തെങ്കിലും ലഭിക്കുമെന്ന അർത്ഥത്തിലുള്ള വാക്കുകൾ വെച്ചിട്ടുള്ള ഭക്തി ഗാനങ്ങളാണ് നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ട് ധാരാളം സാധനങ്ങൾ തന്നു കളയും. അങ്ങനെ അല്ലാത്ത രീതിയിൽ ഭക്തിയെ കാണുന്നവരാണ് കവികൾ, യഥാർത്ഥ കവികൾ. നിങ്ങൾ ഏറിയും കുറഞ്ഞും ആ ഭാവം ഉൾക്കൊണ്ട് കവിതകൾ ആലപിക്കാൻ ശ്രമിച്ചു. ആശംസകൾ. നന്ദി സർ. എല്ലാവർക്കും ഉണ്ടാവും അവരുടേതായ ചില ഇഷ്ടങ്ങൾ. മാമ്പഴത്തിൻ്റെ ഈ സമാപനോത്സവ വേദിയിൽ ഇപ്പോൾ ഇഷ്ടകവിത ആലപിക്കാനുള്ള അവസരമാണ്. ആദ്യത്തെ മത്സരാർത്ഥി അനന്തകൃഷ്ണൻ. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും ഇടചേർന്നെൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടുനെടുവീർപ്പുകൾക്കിടയിലും കൂടി അതിധന്യകളൊടു കന്യകൾ മണിവീണകൾ മീട്ടി അപ്സരരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്പന്ദിക്കുമാ മധുരസ്വരവീചിക തന്നിൽ. താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ തത്തീലയ ഭംഗി സതത സുഖസുലഭത തൻ നിറപറവെച്ചു ഋതുശോഭകൾ നിൻ മുന്നിൽ താലം പിടിച്ചു തങ്കത്തരിവളയിളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി മുനിമാരും മുഖരാത്ത സുഖചക്രവാളം ഉണരുന്നു പുളകിതം മമ ജീവനാളം. ഇടവിടാതെ അടവികളും ഗുഹകളും ശ്രുതി കൂട്ടിയ ജഡത ജ്വരജൽപ്പനമയമായ മായമ
മറയുന്നു, വിരിയുന്നു മമ ജീവൻ തന്നിൽ മലരുകൾ. മലയാള കവിതേ നിൻ മുന്നിൽ നിർനിമേഷാക്ഷനായി നിൽപ്പതോ ഞാനിത. നിന്നർത്തനം എന്തത്ഭുത മന്ത്രവാദം. കനകച്ചിലങ്ക കെട്ടിയാടിയ കാവ്യ നർത്തകിക്ക് ശേഷം ഇഷ്ടകവിതയുമായി വേദിയിലെത്തുന്നു ആർദ്ര. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മനി എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തുപെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി. ഹരിത മൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി. ഒടുക്കത്തെ ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ. ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീറ്റി നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരും ഉദിരമവർ മോന്തി. ആടിത്തിമിർക്കും തിമിർപ്പുകളിലെങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃതിതാളം. യാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ. വസുധയുടെ വസ്ത്രമുരിയുന്നു, വിപണികളിൽ അവ വിറ്റുമോന്തുന്നു. വിടനഖര മഴുമുനകൾ കേളി തുടരുന്നു. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ചു രോഷമുണരുന്നു. ആടിമുകിൽ മാല കുടിനീരു തിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു. ആവണികൾ ഒരു കുഞ്ഞു പൂ തിരയുന്നു, ആറുകൾ ഒഴുക്കു തിരയുന്നു. സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. ബോധമാം നിറനിലാവൊരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നുരുവായി നിന്നിൽ നിന്നുയിരാർന്നൊരെന്നിൽ നിന്നോർമ്മകൾ മാത്രം. ഈ വേദിയിൽ തന്റെ ഇഷ്ടകവിതയായ മനസ്സിനിയുമായി എത്തുന്നു ഹരിപ്രിയ. പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലേ നിന്നു ലളിതേ നീ എൻ മുന്നിൽ നിർവൃതി തൻ പുൻകതിർ പോലെ. നീലാരണ്യ നിജോള നിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ കാന്യല സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവെക്കേ കഥ
ദോഷം വന്നെന്തിന്നിൻ ഛായാപദവി വരിച്ചു നീ. പല പല രമണികൾ വന്നു വന്നവർ പണമെന്നോതി നടുങ്ങി ഞാൻ. പല പല കമനികൾ വന്നു വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ. കിന്നര കന്യക പോലെ ചിരിച്ചെൻ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എന്നോടരുളി എനിക്കവിടുത്തെ പൊന്നോട് കുഴൽ മതിയല്ലോ. നിന്നുടെ പുല്ലാങ്കുഴലിതെനിക്കൊരു പൊന്നോട് കുഴലാണല്ലോ. തൻ്റെ പൊന്നോടക്കുഴൽ മാത്രം കൊതിച്ചെത്തിയ മനസ്വിനിയെ പാടി പുകഴ്ത്തിയ ചങ്ങമ്പുഴ കവിതയ്ക്ക് ശേഷം വേദിയിൽ തൻ്റെ ഇഷ്ട കവിതയുമായി എത്തുന്നു അമൃതരാജ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ. പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗതയാദിവപുസ്സാ പരാത്മചൈതന്യം. പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. അതിനൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം. ലോകത്തിൻ അഹോതമസ്സാമതിലടിപെട്ടാൽ അകാല മൃത്യുഫലം. മാരണദേവതയാം അതുമാറ്റും മണവറ പട്ടടയായി. മടുമലർവാടിക മരുപ്പറമ്പായി നാഗം നാരകമായി. പദങ്ങൾ അന്വയമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമായി. ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ. പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതിൽ ഒരിടത്തും. പരൻ പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ. പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ. പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ. പ്രപഞ്ചമസ്മദ്വചനാമ്രേടന പണ്ഡിതമാം കീരം. പ്രപഞ്ചമസ്മദ്ഭാവ വിഡംബന പാടവമാർന്ന നടൻ. പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്വൂ. പ്രപഞ്ചമരുൾവൂ പട്ടും വെട്ടും പകരത്തിനു പകരം. വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം. വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനുമേന്മേൽ അമൃതമയം. നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഏകോദര സോദരർ നാമേവരുമെല്ലാ ജീവികളും. ലോകപടത്തിൽ തമ്മിലിണങ്ങിടുമോദപ്രോതങ്ങൾ. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക്. അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. പ്രപഞ്ചത്തിന്റെ ഉയിരാണ് സർവചരാചര പ്രണയമെന്ന് ഉദ്ഘോഷിച്ച് ഉള്ളൂർ കവിതയ്ക്ക് ശേഷം ഈ വേദിയിൽ ആദർശ കവിത ചൊല്ലുന്നു. അവളെ ഒരു നോക്കൊന്നു കാണുവാൻ മാത്രമാണ് അതികുതുകമാർന്നു ഞാൻ ചിന്നതന്നന്തിയിൽ.
അമരവര കന്യമാരാളും നലച്ചയാൽ അടിതൊഴുതു നിന്നുപോ ആകാരശോഭയാൽ അലർവനിയിലൊക്കെയും വെണ്മ വീശിടുമാറവൾ അവിടെയൊറ്റയ്ക്ക് നിൽപ്പതായി കണ്ടു ഞാൻ. കുളിർക്കുടില കുന്തളം പിന്നിലായി കിട്ടിയിട്ട് അതിനകമൊരോ മനച്ചെമ്പനീർ പൂവുമായി ഒരു ചെറിയ ചെമ്പകത്തൈയിൻ ചുവട്ടിൽ ആ കനകലത മിന്നുന്നു ശൃംഗാരലോലയായി. തരുണ ഹൃദയങ്ങളിൽ കാവ്യാങ്കുരങ്ങളാൽ തരളത തളിക്കുന്ന മഞ്ജുമന്ദസ്മിതം പുതുപ്പവിഴധൂളികാരേഖ പോൽ കാൺമൊരത്തളിരധരകങ്ങളിൽ ചിന്നിപ്പൊടിയവേ മമ ഹൃദയമെന്നോടു മന്ത്രിച്ചു. ജീവിതം മധുരതരമാക്കുന്നു സൗന്ദര്യ ദർശനം. അരികിലളകങ്ങൾ തലോടി നിൽക്കാൻ അന്നൊരമല മലയാനിലൻ പോലുമായില്ല ഞാൻ. ധവള തുഹിനാശ്ലേഷിതാർദ്ര പ്രഫുല്ലമാം നവനളിന കോമളമായ നിന്നാനനം മമ മനസ്സി മുദ്രിതമായി കഴിഞ്ഞതാമറവീനി മായ്ക്കിലും മായുകില്ലോമലേ. തവ ലളിത പദയുഗള ഗളിതകള ശിഞ്ചിതം തരള മുരളീരവം പോലെ തോന്നുന്നുമേ. അരികിലൊരു മാൻപേട നീണ്ട കൺകോണിനാൽ അവളെ ഒരു മോദമാർന്നുറ്റു നോക്കുന്നതും തരിവളകൾ മെല്ലിക്കിലുങ്ങുമാറോമലാൾ കരലതകളാലതി മെയ്തലോടുന്നതും മഹിത രുചി പൊഴിയുമൊരു സാന്ധ്യദ്യുതിയില മലർവനിക മുങ്ങിക്കുളിച്ചു നിൽക്കുന്നതും അരുതത് മറക്കുവാൻ മോഹനമാരംഗമൊരു ദിവസമെങ്കിലും ഓർക്കാതെയില്ല ഞാൻ. നഷ്ടപ്രണയത്തിന്റെ നൊമ്പരങ്ങൾ പങ്കുവച്ച് ചങ്ങമ്പുഴയുടെ ഉദ്യാനലക്ഷ്മിക്ക് ശേഷം മാമ്പഴത്തിന്റെ സമാപനോത്സവ വേദിയിൽ അവസാന കവിതയുമായി എത്തുന്നു രാഗി. ഉക്കുവത്തിയിൽ പാരാസര്യനിന്നപ്പോൾ ഒരു ചക്കാലത്തരുണിയിൽ ജാതൻ ഏതൊരു ദിവ്യൻ പഞ്ചമവേദാദി സൽഗ്രന്ഥ സന്തതിയാകും പഞ്ചാമൃതത്താൽ പാരിൻ താപത്തെ ശമിപ്പിച്ചു. രാമാനുജാചാര്യ പുങ്കവൻ ജയിക്കുന്നു. ശ്രീരാമായണ ഗാനഗന്ധർവൻ ജയിക്കുന്നു. ആലത്തൂർ ഗ്രാമം ഗുരുശ്രേഷ്ഠ നിന്നവതാരത്താൽ അതിപ്രശസ്തമായി ചമഞ്ഞിതെന്നേക്കും മെച്ചത്തിൽ ഭവാനി ഇപ്പദ സംസ്കാരം പഠിപ്പിച്ചിതാ ഗ്രാമം വാഴും മാർത്താണ്ഡ ശിഷ്യൻ താനോ. യാതൊന്നു ദൈവജ്ഞനാം ഭവാങ്കൽ സ്വൈരം സ്ഥിതി ചെയ്തിതോ കവിമാതിൻ നീണ്ട കൺമുന പോലെ പൈതലാം മലയാള ഭാഷ തൻ ശരിയായ ജാതകം കുറിച്ചിട്ടത് അത്തിരുനാരായം തൻ കിടാവിനോടൊപ്പം അങ്ങന്നു താലോലിച്ച പൈങ്കിളിപ്പിടയുടെ പഞ്ചമസ്വരാലാപം ഇരുളിൽ മയങ്ങിയ ലോകത്തെ ഉണർത്തിയിട്ട്
സുപ്രഭാതത്തെ കാട്ടി തേൻ പഴം പാലും നുകർന്ന കിളി ഭവാനുടെ മാൺപിഴും കവിതതൻ മാണിക്യ കൈത്തണ്ടിന്മേൽ മാംഗല്യ ചഞ്ചഗ്രത്താൽ പവിഴപ്പൊളി ചാർത്തി തൂങ്ങി നിന്നാടിക്കളിച്ചിടിനാൾ ചിരകാലം. അപ്പഞ്ചവർണ്ണത്തത്തതൻ ചിറകടി നല്ലൊരത്ഭുത വിസറിയായി കൈരളി ദേവിക്കന്നായി സഞ്ചിത മധുരിമാസാരമാ അതിൻ കളിക്കൊഞ്ചലോ മുൻ കേൾക്കാത്ത വീണവായനയായി അശ്രാന്തമോരോ ശാസ്ത്രം ശിഷ്യരെ പഠിപ്പിക്കും വിശ്രാന്തി നേടും ബ്രഹ്മധ്യാനത്തിലനുവേലം ഇത്തരം ഭവാനൊരു സിദ്ധനാം ഋഷിയെപ്പോൽ അത്രയും പ്രശാന്തമായി നയിച്ചു തൻ ജീവിതം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനെ സ്മരിച്ചുകൊണ്ടുള്ള രാഗിയുടെ ആ കവിതയോടുകൂടി മാമ്പഴത്തിൻ്റെ സമാപനോത്സവത്തിലെ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. ഇനി നാം എല്ലാവരും വളരെ ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന അന്തിമ ഫലപ്രഖ്യാപനമാണ്. അതിനു മുമ്പ് വിശിഷ്ട അതിഥികളെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി കൈരളി ടിവിയുടെ സീനിയർ ഡയറക്ടർ ശ്രീ വെങ്കട്ടരാമൻ സാറിനെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മാമ്പഴം 9 പാരിതോഷിക തുകയുടെ പ്രായോജകരായ UAE എക്സ്ചേഞ്ചിന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീ R സുധാകർ സാറിനെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി UAE എക്സ്ചേഞ്ച് സോണൽ മാനേജർ ശ്രീ ഷെറിദാസ് അവർകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈരളി ടിവിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് പ്രോഗ്രാം ശ്രീ PO മോഹൻ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൈരളി ടിവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ സന്തോഷ് പാലിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാമ്പഴത്തിന്റെ ഈ സമാപനോത്സവ വേദിയിലേക്ക് നമ്മുടെ വിധികർത്താക്കളായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെയും ശ്രീ മുരുകൻ കാട്ടാക്കട സാറിനെയും ക്ഷണിക്കുന്നു. ഈ സന്തോഷാവസരത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കാനായി UAE എക്സ്ചേഞ്ചിന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീ R സുധാകർ സാറിനെ ക്ഷണിക്കുന്നു. So thank you, and it is a great occasion for UAE Exchange to associate with Kairali TV for a totally different heritage way of activity which was organized this evening, Mambaram, and I'm sure such activities done by Kairali TV will encourage a lot of youngsters to come again and again forward to really show the talents in this area. Thank you. Wish you all the best. ഈ വേദിയിലേക്ക് ശ്രീ ഭരത് ലാലിനെ സ്വാഗതം ചെയ്യുന്നു. മാമ്പഴം 9 സമാപനോത്സവത്തിൽ മാറ്റുരച്ച 6 മത്സരാർത്ഥികളെയും ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. മാമ്പഴം 9 സമാപനോത്സവ വേദിയിൽ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. 5ാം സ്ഥാനം 2 പേർ പങ്കിട്ടിരിക്കുന്നു. അനന്തകൃഷ്ണനും രാഗിയും. മാമ്പഴം 9ാം സീസണിൽ 5ാം സ്ഥാനം നേടിയ അനന്തകൃഷ്ണന് കൈരളി ടിവിയുടെ ഉപഹാരവും സാക്ഷ്യപത്രവും സമ്മാനിക്കുന്നതിനായി ശ്രീ ഭരത് ലാലിനെ ക്ഷണിക്കുന്നു. ശ്രീ ഭരത് ലാലിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങാനായി അനന്തകൃഷ്ണനെ ക്ഷണിക്കുന്നു. മാമ്പഴം
9-ാം സീസണിൽ 5-ാം സ്ഥാനം കരസ്ഥമാക്കിയ രാഗിക്ക് കൈരളി ടിവിയുടെ ഉപഹാരവും സാക്ഷ്യപത്രവും നൽകുന്നതിനായി വിധികർത്താവും പ്രശസ്ത കവിയുമായ ശ്രീ മുരുകൻ കാട്ടാക്കട സാറിനെ ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങാനായി രാഗിയെ ക്ഷണിക്കുന്നു. നാലാം സ്ഥാനം നേടിയിരിക്കുന്നത് ഹരിപ്രിയയാണ്. കൈരളി ടിവിയുടെ ഉപഹാരവും സാക്ഷ്യപത്രവും ഹരിപ്രിയയ്ക്ക് സമ്മാനിക്കുന്നതിനായി മാമ്പഴത്തിൻ്റെ ആദ്യ സീസൺ തൊട്ട് നമ്മോടൊപ്പമുള്ള വിധികർത്താവ് പ്രശസ്ത കവിയും വാഗ്മിയുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാനായി ഹരിപ്രിയയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാമ്പഴം 9-ാം സീസണിൽ 3-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ആദർശ. 3-ാം സ്ഥാനം നേടിയിട്ടുള്ള മത്സരാർത്ഥിക്ക് UAE എക്സ്ചേഞ്ച് നൽകുന്ന 1,00,000 രൂപ സമ്മാനിക്കുന്നതിനായി UAE എക്സ്ചേഞ്ചിന്റെ സോണൽ മാനേജർ ശ്രീ ഷെറിദാസിനെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാനായി ആദർശയെയും ക്ഷണിക്കുകയാണ്. മൂന്നാം സ്ഥാനം നേടിയ ആദർശയ്ക്ക് കൈരളി ടിവിയുടെ ഉപഹാരവും സാക്ഷ്യപത്രവും നൽകുന്നതിനായി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ സന്തോഷ് പാലിയെ ക്ഷണിക്കുന്നു. മാമ്പഴം 9-ാം സീസണിൽ 2-ാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് ആർദ്ര. UAE എക്സ്ചേഞ്ച് നൽകുന്ന 2,00,000 രൂപ സമ്മാനിക്കുന്നതിനായി UAE എക്സ്ചേഞ്ചിന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീ R സുധാകറിനെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാനായി ആർദ്രയെയും ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനം നേടിയ ആർദ്രയ്ക്ക് കൈരളി ടിവിയുടെ ഉപഹാരവും സാക്ഷ്യപത്രവും നൽകുന്നതിനായി ശ്രീ PO മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് പ്രോഗ്രാം ശ്രീ PO മോഹൻ സാർ. ഇനി നാം എല്ലാവരും വളരെ ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന 1-ാം സ്ഥാനത്തിന് അർഹയായ വ്യക്തി ആര് എന്ന് അറിയുക തന്നെ. അത് പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞു. മറ്റാരുമല്ല, മാമ്പഴത്തിന്റെ 9-ാം സീസണിലെ വിജയി, 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് അമൃതരാജ്. ഒന്നാം സ്ഥാനം നേടിയ വിജയിക്ക് UAE എക്സ്ചേഞ്ച് നൽകുന്ന 3,00,000 രൂപയുടെ സമ്മാനത്തുക കൈമാറുന്നതിനായി UAE എക്സ്ചേഞ്ചിന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീ R സുധാകർ സാറിനെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങാനായി അമൃതരാജിനെയും ക്ഷണിക്കുന്നു. ഹർഷാരവത്തോടുകൂടി തന്നെ നമുക്ക് ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാം. മാമ്പഴം 9-ാം സീസണിലെ വിജയിക്ക് കൈരളി TV നൽകുന്ന ഉപഹാരവും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നതിനായി സീനിയർ ഡയറക്ടർ ശ്രീ വെങ്കിട്ടരാമൻ സാറിനെ ക്ഷണിക്കുന്നു. മാമ്പഴത്തിന്റെ പ്രായോജകരായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെയും ഈ സമ്മാനത്തുക അതിൻ്റെ പ്രായോജകരായ UAE എക്സ്ചേഞ്ചിനോടുമുള്ള നന്ദി, കൃതജ്ഞത രേഖപ്പെടുത്തേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്ന് തോന്നുന്നു. തീർച്ചയായും മലയാളികൾക്കെല്ലാം, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ 2 സ്ഥാപനങ്ങളാണ് ഇത് രണ്ടും. അവരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം നമുക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്ന പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അവരോട് രേഖപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ വിധികർത്താവായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിന് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാ മാമ്പഴക്കാലത്തിൻ്റെയും അവസാനത്തിലെന്നതുപോലെ സമ്മിശ്ര വികാരങ്ങളോട് കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ കുട്ടികളോടൊപ്പം
സന്തോഷിക്കുകയും ആ സ്ഥാനങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് തൽക്കാലം ഉണ്ടായിരിക്കുന്ന ദുഃഖത്തോടൊപ്പം സന്തപിക്കുകയും ഒപ്പം ഇതൊരു മത്സരമല്ല, ഇത് ഒരു സാംസ്കാരിക പരിശീലന കളരി മാത്രമാണ്. ഇതിലാരും ജയിച്ചിട്ടില്ല, തോറ്റിട്ടില്ല. മാമ്പഴത്തിൽ ഇതേവരെ പങ്കെടുത്ത എല്ലാ കുട്ടികളും ഒരുമിച്ച് വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആർക്കെങ്കിലും താൽക്കാലികമായ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേദന അക്ഷരത്തിൻ്റെ പേരിൽ നിങ്ങൾ പൊറുക്കണമെന്ന് പറയുകയാണ്. ഇത് 9 സീസൺ വരെ നടത്തിയതിന് കൈരളി TV എന്ന മലയാളത്തിൻ്റെ ഏറ്റവും മഹത്തായ ചാനലിനോട് നമ്മളൊക്കെ കടപ്പെട്ടിട്ടുണ്ട്. ആ കടപ്പാട് വെങ്കട്ടരാമൻ സാറിനോടും PO മോഹൻ സാറിനോടും സന്തോഷ് പാലിയോടും ഇവിടെ ഇല്ലാത്ത ഇതിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികളോടും മേലധികാരികളോടും ഞാൻ കുട്ടികൾക്കൊക്കെ വേണ്ടി അറിയിക്കുകയാണ്. ഒരു സ്ഥാനവും കിട്ടാത്തവരാണ് ഈ ലോകമുണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. പിന്നെ ഇതൊരു വലിയൊരു മത്സരം. എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പം നടന്ന മത്സരത്തിൽ അവസാനമായി നടന്ന നിങ്ങളുടെ ഇഷ്ട കവിതകളുടെ റൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ? അതിലൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങളിൽ 6 പേരിൽ 3 പേരും തിരഞ്ഞെടുത്തത് ചങ്ങമ്പുഴയാണ് ഇഷ്ട കവിയായിട്ട് തിരഞ്ഞെടുത്തത്. അത് വലിയ അതിശയം, ഒരു അത്ഭുതകരമായി തോന്നി. ചങ്ങമ്പുഴയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിലെ ഇപ്പോൾ 2015 ഏറ്റവും നല്ല സിനിമാ ഗാനരചയിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ചങ്ങമ്പുഴ എന്ന് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല, അല്ലേ? ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ആ കവിത. തീർച്ചയായും അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ചങ്ങമ്പുഴ ജനകീയമായി ജീവിക്കുന്നു എന്നത് ഈ കൈരളിയുടെ നമ്മുടെ മാമ്പഴത്തിലൂടെ എല്ലാവരും തിരിച്ചറിയുന്നു എന്നുള്ളത് സത്യമാണ്. എല്ലാവർക്കും ആശംസകൾ. മാമ്പഴം സീസൺ 9 സമാപനോത്സവ വേദി ധന്യമാക്കിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും വിധികർത്താക്കൾക്കും മറ്റ് എല്ലാ മത്സരാർത്ഥികൾക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.